നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് ഗുരുതരമായ രീതിയിൽ തന്നെ തുടരുകയാണ്. സംസ്ഥാനത്തെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും രോഗികളുടെ എണ്ണം 4 ലക്ഷത്തിന് മുകളിൽ. 28,447 പുതിയ രോഗികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21% മുകളിൽ. ജില്ലയിൽ 2 ദിനം കൊണ്ട് 5,500 മുകളിൽ രോഗികൾ. പുതുതായി 2,671 പേർക്ക് രോഗം. 529 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 643. ആരാധനാലയങ്ങളിൽ 5-ൽ കൂടുതൽ ആളുകൾ കൂടരുതെന്ന് കലക്ടറുടെ ഉത്തരവ്. ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കലക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം. ഉത്തരവ് കൂടിയാലോചന ഇല്ലാതെയെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഏകപക്ഷീയമായ തീരുമാനമെന്ന ആക്ഷേപം. മതനേതാക്കളും ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്ന് ഔദ്യോഗിക വിശദീകരണം. റമദാനിലെ രണ്ടാമത്തെ വെള്ളിയിൽ പാപമോചനത്തിന്റെ പത്തിലേക്ക് പ്രവേശിച്ച് വിശ്വാസലോകം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതിഗതികൾ കൈവിട്ട നിലയിലേക്ക് പോകുന്നു. 28,447 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന പ്രതിദിന കണക്കാണിത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21% മുകളിലെത്തി. 24 മണിക്കൂറിനിടെ 1,30,617 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 27 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 5,055 ആയി. 5,663 പേർ രോഗമുക്തരായി. കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് ഗുരുതരമായ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4 ലക്ഷത്തിന് മുകളിലാണ്. ആകെ 1,30,617 പരിശോധനയാണ് നടത്തിയത്. അതിൽ 28,447 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം 27. ആകെ 1,78,983 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇപ്പോൾ ഗൗരവതരമായ സ്ഥിതിയാണ് സംസ്ഥാനത്ത് രൂപപ്പെടുന്നത്. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും 4 ലക്ഷത്തിന് മുകളിലാണ് രോഗികളുടെ എണ്ണം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയധികം പേർക്ക് ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്നത്. പുതുതായി 28,447 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളം ജില്ലയിലാണ്. 4,548 പേർക്കാണ് എറണാകുളത്ത് രോഗബാധ. 3,939 പേർ കോഴിക്കോട് ജില്ലയിലും രോഗബാധിതരായി. തൃശൂർ 2,952, മലപ്പുറം 2,671, തിരുവനന്തപുരം 2,345, കണ്ണൂർ 1,998, കോട്ടയം 1,986, പാലക്കാട് 1,728, ആലപ്പുഴ 1,239, പത്തനംതിട്ട 1,171, കാസർഗോഡ് 1,110, കൊല്ലം 1,080, ഇടുക്കി 868, വയനാട് 812 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. 2 ജില്ലകളിൽ മാത്രമാണ് 1000-ന് താഴെ രോഗികളുള്ളത്. രണ്ടാം ഘട്ട കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി 2,90,262 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതുൾപ്പെടെ 24 മണിക്കൂറിനിടെ 1,30,617 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.79%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 5,055 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 315 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നെത്തിയവരാണ്. 26,303 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,756 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 73 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,663 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1,78,983 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 11,66,135 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,91,463 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതിയ 7 ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിലാകെ 523 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. 2,671 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. 529 പേർ രോഗമുക്തരായി. കൂടുതലും സമ്പർക്ക രോഗികളാണ്. 2,529 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ആകെ മരണസംഖ്യ 643 ആയി.
ജില്ലയിൽ അനുദിനം സ്ഥിതിഗതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ ഒട്ടും കുറവുണ്ടാകുന്നില്ല. 2671 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരാണ് കൂടുതലുമെന്നത് ആശങ്കയേറ്റുന്നുണ്ട്. 2529 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 75 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധയുണ്ടായി. തുടർച്ചയായ ദിവസങ്ങളിൽ 2500-ന് മുകളിൽ രോഗബാധിതരുടെ എണ്ണം തുടരുന്നത് ആശങ്കയേറ്റുന്നുണ്ട്. 10 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരും 57 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുമാണ്. ഇതുവരെ 643 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാത്രം 5447 പേർക്കാണ് ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇത് ആശങ്കയുടെ അങ്ങേയറ്റമാണ്. ജില്ലയിലെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതോടൊപ്പം പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും. ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർ ഒരു കാരണവശാലും പൊതുവിടങ്ങളിൽ പോകരുതെന്നും വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. രോഗികൾ വർദ്ധിക്കുന്നതിനിടയിലും 529 പേർ രോഗമുക്തരായത് ആശ്വാസമേകുന്നുണ്ട്. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 1,26,727 ആയി. നിലവിൽ 33,796 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 17,361 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 383 പേരും വിവിധ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 228 പേരും 170 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും ചികിത്സയിൽ കഴിയുന്നു. ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. വാക്സിനേഷൻ നടപടികളും ജില്ലയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ 5,592 പേരാണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. ഇതിൽ 4,44,672 പേർക്ക് 1-ാം ഡോസും 55,920 പേർ 2-ാം ഡോസും സ്വീകരിച്ചു. കോവിഡ് വ്യാപനം വെട്ടം, തിരുനാവായ, താനാളൂർ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ. ഇന്ന് രാത്രി 9 മുതലാണ് നിരോധനാജ്ഞ. പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെ താനാളൂർ, വെട്ടം, തിരുനാവായ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. വെട്ടത്ത് നിലവിൽ 185 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഉള്ളത്. 180 കോവിഡ് ഹോം ഐസൊലേഷനിൽ തുടരുകയാണ്. RT-PCR ക്യാമ്പിലടക്കം നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. ഏറ്റവും അധികം കോവിഡ് ടെസ്റ്റുകൾ നടന്ന പഞ്ചായത്തുകളിലൊന്നാണ് വെട്ടം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെലാഞ്ചേരി പറഞ്ഞു. താനാളൂരിൽ 78 കോവിഡ് പോസിറ്റീവ് രോഗികളാണുള്ളത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത കഴിഞ്ഞ ദിവസം പോലീസ്, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. തിരുനാവായിൽ 160 കോവിഡ് ബാധിതരാണ് നിലവിലുള്ളത്. ആരോഗ്യ പ്രവർത്തകരും റാപ്പിഡ് റെസ്പോൺസ് ടീം കമ്മിറ്റിയും ചേർന്ന് ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. തീരദേശ പഞ്ചായത്തായ മംഗലത്ത് ബുധനാഴ്ച രാത്രി തൊട്ട് നിരോധനാജ്ഞ നിലവിൽ വന്നിട്ടുണ്ട്. ഇവിടെ 147 പോസിറ്റീവ് കേസുകളാണ് നിലവിൽ. കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെ തീരദേശം അതീവ ജാഗ്രതയിലാണ്. കരുതിയിരിക്കാം 2-ാം ഘട്ട കോവിഡിന്. ജില്ലയിൽ വാക്സിനേഷന് വിപുലമായ സൗകര്യങ്ങളൊരുക്കി. കോവിഡ് 2-ാം ഘട്ടം കൂടുതൽ രൂക്ഷവും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുമായി മാറിയ സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രതയോടൊപ്പം വാക്സിനേഷൻ ഉറപ്പാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. ജില്ലയിലെ പ്രതിദിന കോവിഡ് നിരക്ക് 2000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. മരണനിരക്ക് കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധ മാർഗങ്ങൾക്കൊപ്പം വാക്സിനേഷനും സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് നിലവിൽ കോവിഡ് വാക്സിൻ നൽകി വരുന്നത്. എല്ലാ സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും വാക്സിനേഷൻ നൽകുന്നതിനുള്ള സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഒരു ഡോസിന് 250 രൂപയ്ക്കും സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. വാക്സിൻ സ്വീകരിക്കുന്നതിനായി www.cowin.gov.in എന്ന വെബ് പോർട്ടലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പോർട്ടലിൽ സെൽഫ് രജിസ്ട്രേഷൻ ലിങ്ക് വഴി ആധാർ നമ്പർ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കുത്തിവയ്പ്പ് കേന്ദ്രവും സമയവും തിരഞ്ഞെടുക്കാം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിൻ ലഭിക്കുകയുള്ളൂ. www.cowin.gov.in എന്ന പോർട്ടലിൽ സെൽഫ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രവേശിക്കുക. മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി ലഭിക്കുന്ന OTP ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്താം. പിന്നീട് വാക്സിൻ സ്വീകരിക്കേണ്ടവരുടെ പേര്, പ്രായം, തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങൾ എന്നിവ നൽകണം. സംസ്ഥാനം, ജില്ല എന്നിവ തെരഞ്ഞെടുത്താൽ വാക്സിനേഷൻ കേന്ദ്രം ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് വാക്സിനേഷൻ സംബന്ധിച്ച അറിയിപ്പ് SMS ആയി ലഭിക്കും. ഷെഡ്യൂൾ ചെയ്യാൻ കഴിയാത്തവർക്ക് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വാക്സിൻ ലഭ്യതയ്ക്കനുസരിച്ച് തൊട്ടടുത്തുള്ള വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കുകയും ചെയ്യാം. താനാളൂർ പകര സ്വദേശിയും ഒഴൂർ കേബിൾ ഓപ്പറേറ്ററുമായ OP സഹീർ അഹമ്മദ് മരണപ്പെട്ടു. പകര പരേതനായ ഒരിക്കൽപ്പറമ്പിൽ അഹമ്മദ് കുട്ടി എന്ന കുഞ്ഞു ഹാജി ആസിയ ദമ്പതികളുടെ മകനാണ്. 41 വയസ്സായിരുന്നു. ഉമ്മു ഹബീബയാണ് ഭാര്യ. റിഹാൻ, റിജ, റജീൻ എന്നിവർ മക്കളാണ്. ഉമ്മ ആസിയും ഭാര്യ പിതാവും 2 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. രാത്രി 8 മണിയോടെ പകര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു. ജീവകാരുണ്യ മേഖലയിലും മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു OP സഹീർ. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ആരാധനാലയങ്ങളിൽ 5-ൽ കൂടുതൽ ആളുകൾ കൂടരുതെന്ന ഉത്തരവ്.
ജില്ലാ കളക്ടറാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഉത്തരവിറക്കിയത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരും. ജില്ലയിൽ രോഗവ്യാപന തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. രോഗവ്യാപന തോത് വർദ്ധിക്കുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവരുടെ പിന്തുണ തേടുന്നതിന്റെ ഭാഗമായി മതനേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിലാണ് ആരാധനാലയങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയായത്. ജില്ലയിലെ എല്ലാ ആരാധനാലയങ്ങളിലും 5-ൽ കൂടുതൽ ആളുകൾ കൂടാൻ പാടില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് ഇന്നു മുതൽ നിലവിൽ വന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നും കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 2005-ലെ ദുരന്ത നിവാരണ നിയമം 26/2, 30/2, 5/34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവാഹമടക്കമുള്ള ചടങ്ങുകൾക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ ആരാധനാലയങ്ങളിലും വിശ്വാസികളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് ഉചിതമാകുമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. വിശ്വാസികൾ പ്രാർത്ഥനകൾ സ്വന്തം വീടുകളിൽ വെച്ച് തന്നെ നടത്തണമെന്നും നിർദ്ദേശിച്ചു. രോഗവ്യാപനം തടയുന്നതിൽ ആരാധനാലയങ്ങളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മതനേതാക്കൾ യോഗത്തിൽ അറിയിച്ചു. നിലവിൽ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിച്ചാണ് ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മതനേതാക്കൾ യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ശനി ഞായർ അവശ്യ സർവീസുകൾ മാത്രം. പൊതു ഇടങ്ങളിൽ സമ്പർക്കം പരമാവധി കുറയ്ക്കാനാണ് 2 ദിവസങ്ങളിൽ കർശന നിയന്ത്രണത്തിലുള്ള സർക്കാർ നടപടി. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം വിളമ്പാൻ അനുവദിക്കില്ല. സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. ജോലിക്ക് പോകുന്നവർ തിരിച്ചറിയൽ കാർഡുകൾ കരുതണമെന്നും നിർദ്ദേശമുണ്ട്. പൊതുയിടങ്ങളിലെ സമ്പർക്കം പരമാവധി കുറയ്ക്കാനാണ് 2 ദിവസങ്ങളിൽ കർശന നിയന്ത്രണത്തിലുള്ള സർക്കാർ നടപടി. ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി, പഴം, പാൽ, മത്സ്യം, മാംസം തുടങ്ങിയവ വിൽക്കുന്ന കടകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം വിളമ്പാൻ അനുവദിക്കില്ല. രാത്രി 9 വരെ പാഴ്സലും ഹോം ഡെലിവറിയും ആകാം. ദീർഘദൂര ബസ്, ട്രെയിൻ, വിമാന സർവീസുകൾ തടസ്സപ്പെടില്ല. പൊതുഗതാഗതവും ചരക്ക് ഗതാഗതവും ഉണ്ടാകും. ബസ്, ട്രെയിൻ, വിമാനയാത്രക്കാരെ കൊണ്ടുപോകുന്ന സ്വകാര്യ ടാക്സി വാഹനങ്ങൾ തടയില്ല. ഇവർ യാത്രാരേഖകൾ കാണിക്കണം. മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകൾ പരമാവധി 75 പേരെ പങ്കെടുപ്പിച്ച് നടത്താം. എന്നാൽ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവശ്യ സർവീസ് ഓഫീസുകൾ പ്രവർത്തിക്കും. ജീവനക്കാർക്ക് തിരിച്ചറിയൽ രേഖയുമായി യാത്ര ചെയ്യാം. അത്യാവശ്യ യാത്രക്കാർ, രോഗികൾ, അവരുടെ സഹായികൾ, വാക്സിൻ എടുക്കാൻ പോകുന്നവർ എന്നിവർ തിരിച്ചറിയൽ രേഖ കാണിക്കണം. തെരഞ്ഞെടുപ്പ്, പരീക്ഷ, കോവിഡ് ജോലിയുള്ളവർക്കും യാത്രാവിലക്കുണ്ടാവില്ല. COVID-19 നോഡൽ ഓഫീസർ രാജമാണിക്യം IAS മംഗലം പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. പൊതുയിടങ്ങളിൽ നടപടികൾ കർശനമാക്കണമെന്ന് രാജമാണിക്യം നിർദ്ദേശിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച മംഗലം പഞ്ചായത്തിൽ നടപടികൾ ശക്തമാക്കുന്നു. COVID-19 നോഡൽ ഓഫീസർ രാജമാണിക്യം IAS വ്യാഴാഴ്ച വൈകിട്ട് മംഗലം പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടിയുമായി ചർച്ച നടത്തി. പൊതുയിടങ്ങളിലെ നടപടികൾ കർശനമാക്കണമെന്ന് രാജമാണിക്യം നിർദ്ദേശിച്ചു. 147 പോസിറ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. 6-ാം വാർഡിലാണ് കൂടുതൽ രോഗികളുള്ളത്. വ്യാഴാഴ്ച 20 വാർഡുകളിലെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. മുഴുവൻ വാർഡുകളിലെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ തീരുമാനിച്ചു. ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തം. കളക്ടറുടെ ഉത്തരവ് കൂടിയാലോചന ഇല്ലാതെയെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കുറ്റപ്പെടുത്തി. കളക്ടറുടെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നാണ് ആക്ഷേപം. മതനേതാക്കളും ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മലപ്പുറം ജില്ലയിൽ ആരാധനാലയങ്ങളിൽ 5 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ആരാധനാലയങ്ങൾക്ക് ലോക്ക്ഡൌൺ കാലത്തെ നിർദ്ദേശം നടപ്പിലാക്കിയുള്ള സർക്കുലറാണ് പുറത്തിറക്കിയതെന്നാണ് ആക്ഷേപം. മതസംഘടനാ നേതാക്കളുടെയോ ജനപ്രതിനിധികളുടെയോ പിന്തുണയില്ലാതെ ഏകപക്ഷീയമായെടുത്ത തീരുമാനത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. അതേസമയം പുതിയ തീരുമാനം വിവാദമായതോടെ മതനേതാക്കളുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്തുവെന്ന തരത്തിലാണ് ഔദ്യോഗിക വിശദീകരണങ്ങൾ. ലോക്ക്ഡൌൺ തീവ്ര നിയന്ത്രണങ്ങൾ നിലനിന്ന സമയത്ത് പോലും പള്ളികളിൽ 5 പേർക്കും തുടർന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് 40 പേർക്കും അനുവാദം നൽകിയിരുന്നു. അതേസമയം ലോക്ക്ഡൌണിൽ സമാനമായ നിയന്ത്രണം ആരാധനാലയങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയ നീക്കം പിൻവലിക്കണമെന്നാണ് വ്യാപകമായ ആവശ്യം. മലപ്പുറത്തേക്കാൾ ഉപരി കൂടുതൽ രോഗികളും കണ്ടെയ്ൻമെന്റ് പ്രദേശങ്ങളുമുള്ള മറ്റു ജില്ലയിൽ പോലും ഇല്ലാത്ത വിധം ജില്ല മുഴുവൻ ആരാധനാലയങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ തീരുമാനമാണ് വിവാദമായത്. സർക്കാർ പ്രഖ്യാപിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലയിലെ പ്രത്യേക നിർദ്ദേശങ്ങളും മലപ്പുറത്ത് ഒരാഴ്ചയായി നടപ്പിലാക്കിയിട്ടുണ്ട്. വാഹന ഗതാഗതം അനുവദിക്കുകയും കടകൾ നിയന്ത്രണ വിധേയമായി തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവാഹനങ്ങളിൽ വരെ യാത്ര അനുവദനീയമായിട്ടും പള്ളികളിൽ മാത്രം പ്രവേശനത്തിന് വിലക്ക് കൊണ്ടുവരുന്നതാണ് പ്രഹസനമാക്കിയത്. ബാറുകളിലും മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്കൊന്നും ജില്ലയിൽ യാതൊരു വിലക്കുമില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ പ്രതിഷേധ പോസ്റ്റുകൾ നിറഞ്ഞിട്ടുണ്ട്. കടകളിലും വലിയ ഷോപ്പുകളിലും ഹോട്ടലുകളിലും സീറ്റിംഗ് കപ്പാസിറ്റിയുടെ പകുതിയാണ് പ്രവേശനാനുമതി. അതേസമയം 500 മുതൽ 10,000-ഓളം പേർക്ക് വരെ ഒരേ സമയം സംവിധാനമുള്ള പള്ളികൾ
രോഗികൾക്കു നേരെ 5 പേർക്ക് മതിയെന്ന കളക്ടറുടെ ഉത്തരവാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. വിവിധ മതസംഘടനകളും സാമൂഹ്യ സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ഭാരതപ്പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കുറ്റിപ്പുറം കൽട്രോൺ കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചത്. എടപ്പാൾ വഴുതിയാർ മൂല സ്വദേശി തീയത്ത് വളപ്പിൽ ഷുഹൈബാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. എടപ്പാൾ ദാറുൽ ഹിദായ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 3:30യോടെയാണ് സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ അപകടമുണ്ടായത്. ഫയർഫോഴ്സും പ്രാദേശിക രക്ഷാപ്രവർത്തകരും എത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. സക്കീറാണ് പിതാവ്, ഷമീഹയാണ് മാതാവ്. കേന്ദ്ര സർക്കാരിൻ്റെ കോവിഡ് വാക്സിൻ നയത്തിൽ പ്രതിഷേധിച്ച് FACTO താനൂർ മണ്ഡലം കമ്മിറ്റി വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. താനൂർ BRCയിൽ നടന്ന പ്രതിഷേധ ധർണ KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് സരിത K ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് വാക്സിൻ നയത്തിൽ പ്രതിഷേധിച്ചാണ് FACTO താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. താനൂർ BRCയിൽ നടന്ന പ്രതിഷേധ ധർണ KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് K സരിത ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വാക്സിൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് എല്ലായിടത്തും നടന്നു പ്രസംഗിച്ച BJP സർക്കാർ അവരുടെ ആ നയത്തിൽ നിന്നും വളരെ പെട്ടെന്നാണ് പിന്മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് 150 രൂപ നിരക്കിൽ കിട്ടുന്ന ഈ വാക്സിൻ സംസ്ഥാനങ്ങളോട് വിപണിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കൊള്ളാനാണ് അവർ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 500 രൂപ 600 രൂപ നിരക്കിൽ ഈ വാക്സിൻ സാധാരണക്കാരിലേക്ക് കച്ചവടമാകുന്ന രീതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയപ്രകാശ്, ജില്ലാ കമ്മിറ്റി അംഗം ഗിരിധർ, സബ് ജില്ലാ ട്രഷറർ മുരളീധരൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. താനൂർ മുനിസിപ്പൽ ഓഫീസ്, താനൂർ സിവിൽ സ്റ്റേഷൻ, താനൂർ പഞ്ചായത്ത് ഓഫീസ്, താനൂർ GLPS എന്നിവിടങ്ങളിൽ പ്രതിഷേധ ധർണ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സുനിൽകുമാർ, രഞ്ജിത്ത്, സതീഷ് ബാബു, NJ യൂണിയൻ നേതാക്കളായ റസിയ മുരളി എന്നിവർ പങ്കെടുത്തു. ഹംസ റസാന്റെ കുഞ്ഞു സമ്പാദ്യം CH സെന്ററിലേക്ക്. തിരുക്കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ നടന്ന ധനസമാഹരണത്തിലാണ് തന്റെ കരുതൽ കുടുക്ക നൽകിയത്. CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായുള്ള സാമ്പത്തിക സമാഹരണത്തിലേക്കാണ് തന്റെ കുഞ്ഞു സമ്പാദ്യവുമായി ഹംസ റസാനും എത്തിയത്. വെള്ളിയാഴ്ച കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ നടന്ന പിരിവിലാണ് കോരങ്ങത്ത് MP ഷാഫിയുടെ മകനായ ഹംസ റസാൻ തന്റെ പണക്കുടുക്കയിലെ സമ്പാദ്യവും CH സെന്റർ പ്രവർത്തകർക്ക് കൈമാറിയത്. വർഷമായി ഞാൻ ഇതിന് പൈസ ഇടയിൽ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ CH സെൻ്റർ വന്നുകൊണ്ട് ഞാൻ കൊടുത്തത്. പാവപ്പെട്ട രോഗികൾക്കായതുകൊണ്ട്. നമ്മുടെ സുഹൃത്ത് ഷാഫിയുടെ മണ്ണേപ്പറമ്പിൽ ഷാഫിയുടെ മകൻ ഹംസ, ആ കുട്ടി കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായിട്ട് സ്വരൂപിച്ച് വെച്ചത് CH സെൻ്ററിന് വേണ്ടി ഇന്ന് ഇവിടെ നൽകിയിരിക്കുകയാണ്. തീർച്ചയായും വളർന്നു വരുന്ന തലമുറ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം തന്നെ വളരെ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്. കള്ളക്കടത്തിന് ഒത്താശ ചെയ്ത കേസിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ CBI റെയ്ഡ്. സ്വർണ്ണക്കടത്തിനും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത കേസിൽ അന്വേഷണം തുടങ്ങി. കസ്റ്റംസ് സൂപ്രണ്ട് ഉൾപ്പെടെ 14 ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് CBI ആണ് അന്വേഷണം ആരംഭിച്ചത്. വ്യാഴാഴ്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകൾ ഉൾപ്പെടെ 14 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. തിരുവനന്തപുരം, പാലക്കാട്, ചാലക്കുടി, കോഴിക്കോട് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. കസ്റ്റംസ് കമ്മീഷണറുടെ അനുമതിയോടെയാണ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് FIR CBI കോടതിയിൽ നൽകിയത്. CBI കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. കള്ളക്കടത്തിന് കൂട്ടുനിന്ന കേസിൽ ഇത്രയധികം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒന്നിച്ചു പ്രതികളാകുന്നതും ഇതാദ്യമാണ്. ജനുവരിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 3.5 ലക്ഷം രൂപയും 81 പവൻ സ്വർണവും പിടിച്ചെടുത്തിരുന്നു. കസ്റ്റംസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കള്ളക്കടത്ത് സംഘത്തിന് സഹായം നൽകിയതായി CBI കണ്ടെത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിലും വീടുകളിലും നടത്തിയ റെയ്ഡിൽ കള്ളക്കടത്ത് സംഘം പാരിതോഷികമായി നൽകിയ 1 കോടി രൂപയുടെ ആഭരണങ്ങളും കറൻസിയും കണ്ടെടുത്തു. കരിപ്പൂരിൽ സ്വർണം കടത്തുന്നതും അത് പിടികൂടുന്നതും തുടർച്ചയായതോടെയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ സഹകരണത്തോടെ CBI പരിശോധന നടത്തിയത്. കസ്റ്റംസിലെ 3 സൂപ്രണ്ടുമാർ, 3 ഇൻസ്പെക്ടർമാർ, ഹവിൽദാർ എന്നിവർ ഉൾപ്പെടെ 14 പേർക്കെതിരെയാണ് CBI FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിപ്പട്ടികയും FIR-ഉം മുദ്രവച്ച കവറിലാണ് കോടതിയിൽ നൽകിയത്. പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും CBI കേന്ദ്ര ധനമന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. റമദാനിലെ 2ാമത്തെ വെള്ളിയിൽ പാപമോചനത്തിൻ്റെ 10ലേക്ക് പ്രവേശിച്ച് വിശ്വാസലോകം. ഭക്തിപൂർണ്ണമായാണ് വിശ്വാസികൾ പുണ്യമാസത്തിലെ 2ാമത്തെ 10 ദിനരാത്രങ്ങൾ എതിരേറ്റത്.
രാവിലെ മുതൽ തന്നെ ഭക്തി നിറഞ്ഞു നിന്ന ആത്മീയതയുടെ വിശുദ്ധിയിലായിരുന്നു വ്രതമെടുത്ത് ആത്മസംസ്കരണം സാധ്യമാക്കുന്നവരെല്ലാം. വിശുദ്ധ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ഏറെ മുമ്പ് തന്നെ മിക്കവരും പള്ളികളിലെത്തിയിരുന്നു. പാപമോചനത്തിന്റെ 10 ദിനരാത്രങ്ങൾ വിശ്വാസപാതയിൽ അർത്ഥപൂർണമാക്കുകയായിരുന്നു ഓരോ വിശ്വാസിയും. മിക്കവരും സ്വന്തം മഹലിലെ പള്ളികളിലാണ് ജുമുഅ നമസ്കാരത്തിനെത്തിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ നടന്ന ജുമുഅ നമസ്കാരത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ പള്ളികളിൽ ഏർപ്പെടുത്തിയിരുന്നു. സാമൂഹിക അകലം ഉറപ്പാക്കിയാണ് നമസ്കാരം നടന്നത്. സാനിറ്റൈസറുകളും ശരീരോഷ്മാവ് പരിശോധിക്കുന്നതിനാവശ്യമായ സംവിധാനവും ആരാധനാലയ അധികൃതർ ഒരുക്കിയിരുന്നു. റമദാനേകുന്ന വിശുദ്ധി പൂർണ്ണമായും ആർജിച്ച് ജീവിതത്തിൽ പകർത്താൻ ഇമാമുമാർ ആഹ്വാനം ചെയ്തു. പാപങ്ങളിൽ നിന്ന് മുക്തി നേടി ആത്മസംസ്കരണം സാധ്യമാക്കാനുള്ള ദൃഢപ്രാർത്ഥനയോടെയാണ് വിശ്വാസലോകം റമദാനിലെ രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പുണ്യമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച തന്നെ ഈ പുണ്യാവസരം വന്നെത്തിയപ്പോൾ ആരാധനാലയങ്ങളിലും വീടുകളിലുമായി വിശ്വാസികൾ പ്രാർത്ഥനാഭരിതരായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയായ CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി വെള്ളിയാഴ്ച പള്ളികളിൽ ധനസമാഹരണം നടന്നു. എല്ലാ വർഷവും റമദാനിലെ 2ാം വെള്ളിയാഴ്ചയാണ് CH സെന്ററിന്റെ ധനസമാഹരണം നടക്കുന്നത്. സൗജന്യ മരുന്ന്, ഭക്ഷണ വിതരണം, ആംബുലൻസ് സർവീസ്, ഡയാലിസ് എന്നിവ കഴിഞ്ഞ് 20 വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. പൊതു ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി നടത്തിയ പിരിവിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ശേഖരിച്ചത്. ഓരോ പള്ളികളിൽ നിന്നും ലഭിച്ച തുക പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഒന്നിച്ച് ശേഖരിച്ച് ജില്ലാ കമ്മിറ്റിയാണ് ഏൽപ്പിക്കുന്നത്. കോരങ്ങത്ത് പള്ളിയിൽ മൊയ്തുഷ, MP അനീഫ പാങ്ങാട്ട്, ഖാദർ കോരങ്ങത്ത്, അസ്കർ, അൽ അമൽ, മുജീബ് കോരങ്ങത്ത്, ഷബീർ മുത്തൂർ, റിയാസ് KK, സമദ്, നവാസ് ഷെരീഫ്, ഷാഫി, യൂനിസ് കോരങ്ങത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ CH സെൻറ്റർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ആതുരാലയമാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ വരുന്ന നിർധനരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് കഴിഞ്ഞ 20 കൊല്ലക്കാലമായിട്ട് CH സെൻറ്റർ. നിസ്വാർത്ഥരായ ആളുകളുടെ സേവനങ്ങൾ, അതോടൊപ്പം തന്നെ അകമഴിഞ്ഞ സാധാരണക്കാരായ ആളുകളുടെ അകമഴിഞ്ഞ സഹായത്തോടു കൂടിയാണ് CH സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നത്. തീർച്ചയായും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മുടെ തിരൂർ കോരങ്ങത്ത് ജുമാ മസ്ജിദിലും അതോടൊപ്പം ഇന്ന് സംസ്ഥാനത്തെ എല്ലാ പള്ളികൾ കേന്ദ്രീകരിച്ചും CH സെൻറ്ററിൻ്റെ വിഭവ സമാഹരണമാണ്. തീർച്ചയായും നല്ല പ്രതികരണമാണ് നമ്മുടെ നാട്ടിലെ ആളുകളിൽ നിന്ന് ഈ സദുദ്യമത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ദൈവം അതൊരു നല്ല പ്രവൃത്തിയായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കോഴിക്കോട് CH സെന്ററിലേക്കുള്ള പിരിവാണ്. പാവപ്പെട്ട രോഗികളെ സഹായിക്കാനുള്ള പിരിവാണ്. പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ കാറിൽ കുത്തിനിറച്ച് യാത്ര ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. 3 കാറുകളിലായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ തിങ്ങി നിറഞ്ഞ് സഞ്ചരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. ഒരു കാറിലുണ്ടായിരുന്ന കുട്ടികൾ ഇറങ്ങിയോടുകയും ചെയ്തു. +2 പരീക്ഷയുടെ അവസാന ദിനം ആഘോഷിക്കാൻ ഇറങ്ങിയ +2 വിദ്യാർത്ഥികൾ പുത്തൂർ ബൈപ്പാസ് റോഡിൽ നിന്നും വാഹന റാലിയായി കോട്ടക്കൽ കോട്ടപ്പടി വഴി ടൗണിലേക്ക് വരികയായിരുന്നു. സകല കോവിഡ് മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു കാറിൽ കുത്തിനിറച്ച് യാത്ര ചെയ്തിരുന്നത്. കാറുകളിലും ബൈക്കുകളിലും മാസ്ക് ധരിക്കാതെയും വാഹനത്തിന്റെ മുകളിൽ കയറിയിരുന്നും ആഘോഷമായി എത്തിയ വിദ്യാർത്ഥികളെ കോട്ടപ്പടിയിൽ വെച്ച് പോലീസ് പിടികൂടി. വിദ്യാർത്ഥികളുടെ കൈവശമുണ്ടായിരുന്ന ആഡംബര വാഹനങ്ങൾ അടക്കം 4 വാഹനങ്ങളും പിടികൂടി. കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിടിച്ചെടുത്ത വാഹനങ്ങൾ കോടതിയിലേക്ക് അയക്കുമെന്ന് കോട്ടക്കൽ പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ റാലിയിൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് സമയോചിതമായ ഇടപെടലിലൂടെയാണ് വിദ്യാർത്ഥികളുടെ ഷോ അവസാനിപ്പിച്ചത്. പോലീസും ആരോഗ്യവകുപ്പും മറ്റു സർക്കാർ സംവിധാനങ്ങളും രോഗനിയന്ത്രണത്തിനായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഈ അലംഭാവം ഉണ്ടാകുന്നത്. കണ്ടുനിന്ന നാട്ടുകാർക്കിടയിൽ കടുത്ത അമർഷമുണ്ടാകുന്നതിന് ഇത് കാരണമായി. ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും അനുവദിക്കാനാകില്ലെന്ന് പോലീസ് അറിയിച്ചു. 3 കാറുകളും 2 ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കോട്ടക്കൽ പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് ഗുരുതരമായ രീതിയിൽ തന്നെ തുടരുകയാണ്. സംസ്ഥാനത്തെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. തുടർച്ചയായ 2ാം ദിവസവും രോഗികളുടെ എണ്ണം 4 ലക്ഷത്തിന് മുകളിൽ. 28,447 പുതിയ രോഗികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21% മുകളിൽ. ജില്ലയിൽ 2 ദിനം കൊണ്ട് 5,500 മുകളിൽ രോഗികൾ. പുതുതായി 2,671 പേർക്ക് രോഗം, 529 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 643. ആരാധനാലയങ്ങളിൽ 5-ൽ കൂടുതൽ ആളുകൾ കൂടരുതെന്ന് കലക്ടറുടെ ഉത്തരവ്. ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കലക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം. ഉത്തരവ് കൂടിയാലോചന ഇല്ലാതെയെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഏകപക്ഷീയമായ തീരുമാനമെന്ന ആക്ഷേപം. മതനേതാക്കളും ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്ന് ഔദ്യോഗിക വിശദീകരണം.
റമദാനിലെ രണ്ടാമത്തെ വെള്ളിയിൽ പാപമോചനത്തിന്റെ പത്തിലേക്ക് പ്രവേശിച്ച് വിശ്വാസലോകം. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.